ജപ്പാൻ ഇപ്പോഴും ആശങ്കയിലാണ്. ജൂലൈ 5 പുലർച്ചെ 4 മണിക്ക് ഒരു മഹാദുരന്തം സംഭവിക്കുമെന്ന റിയോ തസുഗിയുടെ പ്രവചനം ഫലിച്ചില്ല. എന്നാൽ പ്രവചനമേൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് ജനങ്ങൾ മുക്തരായിട്ടില്ല. കാരണം 2 ആഴ്ചക്കിടെ 1000-ഓളം ചെറുഭൂചലനങ്ങളാണ് ജപ്പാനിലുണ്ടായത്. പ്രകൃതി ദുരന്തങ്ങളുടെ നാടാണ് ജപ്പാൻ. എന്നാൽ പ്രവചനവും പിന്നാലെ തുടരെ ഉണ്ടായ ഭൂകമ്പങ്ങളും അവരുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നു. സർക്കാർ അതീവ ജാഗ്രതയിലായിരുന്നു. ഒപ്പം അടിസ്ഥാനരഹിതമായ പ്രവചനങ്ങൾക്ക് വഴങ്ങരുതെന്നും സർക്കാർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ പ്രധാന ദ്വീപുകളുടെ തെക്ക് പടിഞ്ഞാറ് കൂടുതൽ ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും സർക്കാർ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. സുനാമി ഉണ്ടാകുമെന്ന തസുഗിയുടെ പ്രവചനത്തിനൊപ്പം ഒന്നിലധികം ഭൂകമ്പങ്ങളും ജപ്പാനിലുണ്ടായി. ഇതോടുകൂടി ആളുകൾ പരിഭ്രാന്തരായി. ടോങ്കാര ദ്വീപുകൾ ഭൂകമ്പങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച ജപ്പാനിലെ പ്രദേശങ്ങളിലൊന്നാണ്. ഇവിടുത്തെ പല ദ്വീപുകളിലും ആശുപത്രി ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. ഭൂകമ്പം ഉണ്ടാകുന്നതിന് മുമ്പ് സമുദ്രത്തിൽ നിന്നൊരു വലിയ ഇരമ്പൽ കേട്ടുവെന്ന് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നു. അതേസമയം ഈ വർഷം ഏപ്രിലിൽ 3.9 ദശലക്ഷം സഞ്ചാരികളാണ് ജപ്പാനിലെത്തിയത്. റെക്കോർഡ് കണക്കാണിത്. എന്നാൽ ജപ്പാനിലെ ടൂറിസത്തിലും തസുഗിയുടെ പ്രവചനം ഗണ്യമായ ഇടിവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹോങ്കോങ്ങിൽ നിന്നുള്ള വിനോദസഞ്ചാരത്തിലാണ് ഏറ്റവും കൂടുതൽ ഇടിവ് സംഭവിച്ചത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 11% കുറവാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. ഹോങ്കോങ്ങിൽ നിന്ന് ജപ്പാനിലേക്കുള്ള നിരവധി വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. ജപ്പാനിലെ മാങ്ക ആർട്ടിസ്റ്റാണ്, അതായത് ഗ്രാഫിക് നോവൽ ആർട്ടിസ്റ്റാണ് 70-കാരിയായ റിയോ തസുഗി. തൻ്റെ ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയായിരുന്നു തസുഗിയുടെ പ്രവചനം. 1999 പ്രസിദ്ധീകരിച്ച ഫ്യൂച്ചർ ഐസോയുടെ കവർ പേജിൽ തന്നെ 2011 മാർച്ചിലെ ഭൂകമ്പവും തുടർന്നുള്ള സുനാമിയും രേഖപ്പെടുത്തിയിരുന്നു. ഈ ദുരന്തത്തിൽ ഏകദേശം 16,000 പേർ മരിക്കുകയും ഫുകുഷിമ ഡൈച്ചി ആണവ ദുരന്തത്തിന് കാരണമാകുകയും ചെയ്തിരുന്നു. താൻ പ്രവചിച്ച അതേ വർഷം അതേ സമയത്താണ് ഈ ദുരന്തങ്ങൾ ഉണ്ടായതെന്നാണ് തസുഗിയുടെ അവകാശവാദം. തസുഗിയുടെ പ്രവചനം ലോകം മുഴുവനും പരിഭ്രാന്തി പടർത്തിയെങ്കിലും ദി ഫ്യൂച്ചർ ഐസോ 1 ദശലക്ഷത്തിലധികം കോപ്പികൾ വിറ്റു. നിങ്ങൾ വിശ്വസിക്കണോ വേണ്ടയോ എന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാമെന്നായിരുന്നു ടോക്കിയോയിലെ ഒരു കടയിൽ പുസ്തകത്തിന് സമീപം വെച്ച ബോർഡുകളിൽ കുറിച്ചിരുന്നത്. ജൂലൈ 5 പുലർച്ചെ 4:15 വിനാശകരമായ സുനാമി വരുമെന്നും കനത്ത നാശം വിതയ്ക്കുമെന്നുമായിരുന്നു റിയോ തസുഗിയുടെ പ്രവചനം. അതിനിടെ തുടർച്ചയായി ഭൂകമ്പങ്ങൾ കൂടി ഉണ്ടായതോടെ പ്രവചനം സത്യമാകുമോ എന്ന ആശങ്ക ഉയർന്നു. 2 ആഴ്ചക്കിടെ 1000-ലധികം ഭൂകമ്പങ്ങളാണ് ജപ്പാനിലുണ്ടായത്. ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തിയത് ജൂൺ 23-നാണ്. 188 ഭൂകമ്പങ്ങളാണ് ആ ദിവസം ഉണ്ടായത്. ഇതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി. പ്രവചിച്ചതുപോലെ ദുരന്തങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിലും രാജ്യത്ത് ഇപ്പോഴും ജാഗ്രത തുടരുകയാണ്.